അവസാന പത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇദാ ദഖലൽ അശ്റുൽ അവാഖിർ, അവസാന 10 പ്രവേശിച്ചു കഴിഞ്ഞാൽ 3 കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യാറുണ്ടായിരുന്നത്. ഒന്ന്, ഷദ്ദൽ മിഅ്സർ വ അഹിയ ലൈല വ ഐഖല അഹ്ല. ഇത് 3 ഹദീസിൽ പറഞ്ഞത്, ചെയ്യാറല്ല, 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ഷദ്ദൽ മിഅ്സർ എന്ന് പറഞ്ഞാൽ അര ടൈറ്റാക്കും. അതൊരു ആലങ്കാരിക പ്രയോഗമാണ്. മിഅ്സർ അര എന്ത് ചെയ്യും? ടൈറ്റാക്കും എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറയില്ലേ കച്ച കെട്ടി ഇറങ്ങുക എന്നൊക്കെ പറയില്ലേ, അര ടൈറ്റാക്കും. മുണ്ടൊക്കെ ഒന്ന് മുറുക്കി കൊടുക്കും. ഇനി പാൻ്റാണെങ്കിൽ നമ്മുടെ ഭാഷയിൽ പാൻ്റാണെങ്കിൽ പാൻ്റൊക്കെ ഒന്ന് ടൈറ്റ് ആവും. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇബാദത്തിന് വേണ്ടി കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തയ്യാറായിരുന്നു എന്നാ. അവസാന 10 വന്നു കഴിഞ്ഞാൽ 2 സംഗതിയാണ് ഒന്ന് പറയുന്നത്. ഒന്ന്, ഇഅ്തസലൻ നിസ, നമ്മളൊക്കെ ശ്രദ്ധിക്കണം. ഒന്ന്, ഇഅ്തസലൻ നിസ, ഇണകളുമായുള്ള സംസർഗം ഒഴിവാക്കിയിരുന്നു അവസാന 10. അപ്പോൾ അവസാന 10 നമ്മൾ ഈ ഇണകളുമായുള്ള സംസർഗം ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം സുന്നത്തിനെതിരാവും എന്ന് ചിലപ്പോൾ വായിക്കേണ്ടി വരും. അവസാന 10 സ്ത്രീ സംസർഗമില്ല, റസൂലിൻ്റെ പതിവാണ്. അതാണ് ഈ അര മുറുക്കിയിരുന്നു എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശങ്ങളിൽ ഒന്ന്. രണ്ടാമത്തത്, ഇബാദത്തിന് വേണ്ടി നബി ഇബാദത്തിൽ മുഴുകിയിരുന്നു. ഇബാദത്തിൽ മുഴുകുമ്പോൾ പിന്നെ മറ്റു കാര്യങ്ങളൊന്നും വിട്ടു നിൽക്കേണ്ടി വരുമല്ലോ. പിന്നെ പറഞ്ഞത് അഹ്യ ലൈല, രാത്രി ഹയാത്താക്കിയിരുന്നു, രാത്രി പകലാക്കി മാറ്റും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രാത്രിയുടെ അധിക നേരവും അള്ളാഹുവിൻ്റെ റസൂൽ ഇബാദത്തുകളിലാണ്. അതാണ് അഹ്യ ലൈല, രാത്രി ഹയാത്താക്കുമെന്ന് പറഞ്ഞത്. നമ്മളൊക്കെ പലപ്പോഴും രാത്രി മൗത്താക്കുകയാണ് പോലെ. അള്ളാഹു നമുക്ക് ഹയാത്താക്കാൻ തന്നെ തൗഫീക്ക് നൽകട്ടെ. ഉറങ്ങണ്ടെന്നൊന്നുമല്ല, കുറച്ചു നേരം ഉറങ്ങാതിരിക്കാനൊന്നും പറ്റില്ല. ഉറങ്ങിയിട്ടില്ലെങ്കിൽ എന്തെങ്കിലും അമലുകൾ ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് ഉറങ്ങണം. മൂന്നാമത് പറഞ്ഞത് പിന്നെ ഐഖല അഹ്ല, കുടുംബത്തൊക്കെ വിളിച്ചുണർത്തും. വീട്ടുകാരോട്, മക്കളോടും പിന്നെ പെണ്ണുങ്ങളോടൊക്കെ എഴുന്നേൽക്കാൻ പറയും. എല്ലാവരും എഴുന്നേൽക്കുക, അവസാന 10. അപ്പോൾ ഐഖല എന്ന് പറയുമ്പോൾ കുറച്ചു നേരം ഉറങ്ങുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഉറങ്ങുന്നവരെ എന്ത് ചെയ്യും? കുറച്ച് നേരത്തെ എഴുന്നേൽപ്പിക്കും. എന്നിട്ട് എഴുന്നേറ്റ് അവസാന 10 വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് എന്ന് പറഞ്ഞ് ചെയ്യാറുണ്ടായിരുന്നു. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതിയാണ്. നമ്മൾ ലൈലത്തുൽ ഖദർ ഏറെ പ്രതീക്ഷിക്കുന്ന രാത്രി കൂടിയാണല്ലോ ഇനിയുള്ള രാവുകൾ. ഇൻഷാ അല്ലാഹ് വഴിയെ പറയാം, ഇന്നല്ല മറ്റു ദിവസം. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പിന്നെ നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ ഒറ്റയിട്ട രാവുകളിൽ പ്രതീക്ഷിച്ചു കൊള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഒറ്റയിട്ട രാവുകളിൽ, ഈ ഒറ്റയിട്ട രാവിന് ഒരു പ്രശ്നമുണ്ട്. ഇത് എൻ്റെ ഒരു ചിന്ത കേട്ടോ, അതുകൊണ്ട് അങ്ങനെ തന്നെ എടുക്കണേ. ഇത് ഹദീസൊന്നുമല്ല ഞാൻ ഈ പറയുന്നത്. ഏത് ഒറ്റയിട്ട രാവുകളിൽ പ്രതീക്ഷിക്കുക എന്ന് പറഞ്ഞ ഹദീസാണ്. ഇനി പറയാൻ പോകുന്നത് എൻ്റെ ചിന്തയാണ്. എന്താ വെച്ചാൽ, ഒരു പക്ഷേ നമ്മുടെ ഒറ്റയിട്ട രാവ് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. മാസം കണ്ടിടത്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലോ നമുക്കറിയില്ലല്ലോ. ഏതായാലും ആ ഒറ്റയിട്ട രാവിലാണ് ലൈലത്തുൽ ഖദർ സംഭവിക്കുന്നതെങ്കിൽ നമ്മളൊരു ദിവസം മുന്നിലോ പിന്നിലോ ഒക്കെ ആയിക്കൂടെ? ഇപ്രാവശ്യം വലിയ കൺഫ്യൂഷൻ ഒന്നുമില്ല, സാധാരണ അങ്ങനെയൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഓരോ ദിവസവും ഇന്ന് ഒറ്റയിട്ടതാകാം, നമുക്കൊരു പോസിറ്റീവായി ചിന്തിച്ചാൽ നഷ്ടമൊന്നുമില്ലല്ലോ. പറഞ്ഞ മനസ്സിലാവില്ലേ? നമുക്ക് കുറച്ചും കൂടി എന്ത് ചെയ്യുക, അഡ്വാൻസ്ഡ് ആവാം. നമ്മൾ ചിലപ്പോൾ ഇനിയിപ്പോൾ ഈ ഒറ്റയിട്ട ദിവസം അത് ഇരട്ടയാണെങ്കിലോ, അല്ലാഹു അഅലം. അതുകൊണ്ട് എല്ലാ ദിവസവും നമ്മൾ പ്രതീക്ഷിക്കുക. എല്ലാ ദിവസവും പ്രതീക്ഷിക്കുന്നവർക്ക് എന്തായാലും കിട്ടും. അള്ളാഹു അങ്ങനെ കിട്ടുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അപ്പോൾ ഇനി ഈ അവസാന 10 നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പറയുന്ന ഒരു കാര്യം, നമ്മൾ കുട്ടികൾ ദിക്ർ ചൊല്ലിയല്ലോ, അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വ അദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. ഇനി അഅ്തിഖ്നാ എന്നും പറയാം, ഒക്കെ പ്ലൂറലാക്കി ബഹുവചനാക്കി പറയാം. അപ്പം ഞാൻ തന്നെയാണ് തുടക്കത്തിൽ പറഞ്ഞത്, നമ്മളെല്ലാം ഈ ലെവലിൽ പോയിക്കോ. കാരണം ചിലർ പ്ലൂറലും ചിലർ മുഫ്രദും ഒക്കെ കൂടിയുമ്പോൾ പഠിച്ചവനക്ക് എല്ലാം അറിയാമല്ലോ എന്താന്നുള്ളത്. അപ്പം എല്ലാവരും കൂടി കൺഫ്യൂഷൻ ആവതി, ചെയ്യുന്നത് ഒറ്റ രൂപത്തിലാവണം എന്നുള്ളതിലൊക്കെയാണ്. ഇനി നാ എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല. അഴുത്തക്ക് നാ എന്ന് പറയുമ്പോൾ ഞങ്ങളെന്നായി, അഴുത്തക്ക് നീ എന്ന് പറയുമ്പോൾ എന്നെന്നായി. അപ്പൊ ചെയ്യുന്നത് ഒരു ക്രമത്തിൽ കണ്ട് ചെയ്യാം. അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ, അല്ലാഹുവേ എന്നെ നീ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ, മോചിപ്പിക്കണേ.
വഅദ്ഖിൽനിൽ ജന്ന, എന്നെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ. അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. റബ്ബുൽ ആലമീനായ അല്ലാഹുവേ, എന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യണമേ. രണ്ടാമത് ദുആ എക്സ്ട്രാ ഉള്ളത് അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. ഇത് ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെയുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിലുള്ള ഒരു ദുആ ആണ് ഈ ദുആ. മറ്റേ ദുആകളെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞിരുന്നു, അതിനെക്കുറിച്ച് അത്ര ആധികാരികതൊന്നുമില്ല. പക്ഷെ റമളാനിലെ ഈ പ്രാർത്ഥന അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ എന്നുള്ളത് വളരെ സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുള്ളതാണ്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ റസൂലിനോട് ചോദിച്ചു, സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ, അങ്ങനെ ലൈലത്തുൽ ഖദ്റാൻ തോന്നിയ ഞാൻ എന്താണ് പറയേണ്ടത്? അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കൂലി, നീ പറയുക, ആയിഷ നീ പറഞ്ഞോ, അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. അതൊന്ന് വൃത്തിയിൽ പഠിക്കുക. ഇത് അഫ് 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 അങ്ങനെ ഓരോ ആൾക്കാർ ചെയ്യുന്നു. അല്ലാഹുമ്മ ഇന്നക അഫുൻ ഫുൽ ഫും ഫും, നാളെ ഫും ഫു ആക്കി നമുക്ക് ദുആ ചെയ്യുന്ന ആളുകൾ വിചാരിച്ച് എന്താ പറയുക? അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ, അല്ലാഹുവേ തീർച്ചയായും നീ അഫുവാണ്, വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ, വിട്ടുവീഴ്ച ചെയ്യൽ നിനക്ക് ഇഷ്ടമാണ്. ഫഅഫു അന്നീ, അതുകൊണ്ട് എന്നോട് നീ വിട്ടുവീഴ്ച ചെയ്യണേ. ഏതായാലും ഹദീസ് വന്നിട്ടുള്ള സ്വഹിയായ ദുആയാണല്ലോ. ഈ അവസാന 10 ധാരാളമായി പറഞ്ഞോളി, അത് വൃത്തിയിൽ ചൊല്ലി പഠിച്ചോളൂ. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. നമ്മൾ നിസ്കാര ശേഷമുള്ള ദിക്റുകളൊക്കെ ചൊല്ലുമ്പോൾ, സുബ്ഹാനല്ലാഹ് ചൊല്ലുമ്പോൾ എല്ലാ വക്തിലും ചൊല്ലാൻ കഴിഞ്ഞില്ല എന്ന് വെച്ചാൽ പ്രശ്നമൊന്നുമില്ല. എല്ലാ വക്തിലും ചൊല്ലിയാൽ അത്രയും നല്ലത്, സുന്നത്താണ്. പക്ഷേ ഒരു വക്തിനാണെങ്കിൽ പോലും അത് വൃത്തിയിൽ ചെയ്യാം. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്, ഇത് 5 വക്തിലും ചെല്ലുണ്ടാവും. ചിലർ ഇങ്ങനെ ആക്കണ കാണാം. അപ്പോൾ ഒരു സുബ്ഹാനല്ലാഹ് പോലും നേരെ ചൊവ്വേ പറഞ്ഞിട്ടുണ്ടാവില്ല ചില ആളുകൾ. ഞാൻ തമാശക്ക് പറയാറുണ്ട്, ഇങ്ങനെ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ പറഞ്ഞ് ഹംദുലില്ലാക്കിയപ്പോൾ ഒരാൾ ചോദിച്ചു, ഈ ആർക്കും അന്തല്ലാന്നീ പറയണെന്ന്. അന്തല്ലാന്നായി പോയിന്ന്. അപ്പൊ ഒരു നിസ്കാര ശേഷം, ഞാൻ അങ്ങനെ പറയുന്നിട്ടാ, ഒരു നിസ്കാര ശേഷം സുന്നത്തുള്ളതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എല്ലാ നിസ്കാര ശേഷം സുന്നത്തുണ്ട്, ചെയ്യുന്നത് വൃത്തിയിൽ ചെയ്യുക. അൽഹംദുലില്ലാ ആ ടൈം എടുത്തിട്ടാണ്, അത് ചെയ്യാൻ സമയമില്ലേ, നിർബന്ധമൊന്നുമില്ലാന്ന്. ചെയ്യുന്നത് ഒരു ടൈമിലാണെങ്കിലും അൽഹംദുലില്ലാ വൃത്തിയിൽ ചെയ്യുക. അല്ലാഹു അക്ബർ എന്ന പോലെ അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. അല്ലാഹുവേ, നീ അഫു ചെയ്യുന്നവനാണ്. അഫു ചെയ്യാ വിട്ടുവീഴ്ച വിട്ടുകൊടുക്കുക, പോട്ടെ സാരമില്ല. അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ അഫു ചെയ്യാന്ന് പറയുന്നത്. അള്ളാഹിനോടൊന്ന് ഒരു വാക്ക് പറഞ്ഞാൽ മതി, അല്ലാ സോറി ട്ടാ പഠിച്ചോനെ, സോറി എന്ന് പറഞ്ഞാൽ മതി. അള്ളാഹ്ക്ക് അത്ര ഇഷ്ടമാണ് അഫു ചെയ്യല്. കാരുണ്യവാനാണ് റഹ്മാൻ അള്ളാഹു, റഹ്മാനും റഹീമുമാണ് അള്ളാഹു. അതുകൊണ്ട് അള്ളാഹിനോട് ഇങ്ങനെ അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ എന്ന് പറയണം. നമ്മൾ ഇനി ഖുനൂത്തിൽ ഈ പ്രാർത്ഥന വരുമ്പോൾ ഞാൻ അവിടെ അല്ലാഹു ഫഅഫു അന്നാ എന്നും പറയട്ടെ. കാരണം ഞാൻ ദുആ ചെയ്യണം എല്ലാവർക്കും വേണ്ടിയിട്ട്. അപ്പൊ എല്ലാവരും ഉൾപ്പെടുത്തി പറയണം. ഇത് നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോരുത്തരും പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ എന്നുള്ളത്. മറ്റൊന്ന് അവസാന 10, ഇനി ഞാൻ അവസാന 10മായി ബന്ധപ്പെട്ട് ഒന്നും പറയില്ല കേട്ടോ അടുത്ത ദിവസങ്ങളിൽ, കാരണം വേറെ വിഷയം പറയാനുള്ളത് കൊണ്ട്. ഇതവിടെ തീർക്കുകയാണ്, ഓടിച്ച് പറയാം. അവസാന ദിവസം ശ്രദ്ധിക്കേണ്ട ഒന്ന്, ഖുർആൻ പാരായണം അധികരിപ്പിക്കണം. ഇത് ഇത്രയും ദിവസം നമ്മൾ ഖുർആൻ ഓതുണ്ടാവും, പക്ഷെ ഇക്തിസാർ ചെയ്യണം. ഇനിയുള്ളതൊക്കെ ഇക്തിസാറാണ്, അധികരിപ്പിക്കേണ്ടതാണ്. ഖുർആൻ പാരായണം ഒന്നുകൂടെ സ്ട്രോങ് ആക്കണം. ചില ആളുകളൊക്കെ പറയും ഖുർആൻ ഇങ്ങനെ അർത്ഥമറിയാതെ ഓതലും അതിനേക്കാൾ നല്ല 10 പേജ് അർത്ഥം അറിഞ്ഞ് അതൊക്കെ നല്ല തന്നെ. പക്ഷെ ഒരു റമദാനിൽ ഒരു ഹത്തുമെങ്കിലും A to Z നമുക്കൊന്ന് വായിച്ചു തീർക്കാൻ പറ്റണം. ഖിറാഅത്തിന് അതിൻ്റെ കൂലിയുണ്ട്. ഖത്തമ് തീർക്കാൻ എല്ലാവരും ശ്രമിക്കണം. നമ്മൾ പള്ളിയിൽ ആലോചിച്ചൊരു കാര്യമുണ്ട്, കുറച്ച് ഖുർആൻ ഓതൽ പഠിപ്പിച്ചാലോ എന്ന്. ഏതെങ്കിലും ഒരു സമയം ഒട്ടുമിക്ക ആളുകൾക്ക് ഓതാൻ അറിയില്ല, അയിനും വൈനും മഹ്റജൊന്നും പല ആളുകൾക്ക് അറിയില്ല. ഇനിയുള്ള ദിവസങ്ങളിൽ വേണമെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ശ്രമിക്കാം. അപ്പോൾ എന്താ പറയാ, ഇക്തിസാറാണ്. ഇക്തിസാർ എന്ന് പറഞ്ഞാൽ എന്താ, അധികരിപ്പിക്കുക. ഇനിയുള്ള കാര്യങ്ങളൊക്കെ അധികരിപ്പിക്കണം. അതായത് ഖുർആൻ പാരായണം അധികരിപ്പിക്കണം, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം, അദ്കാർ ദിക്റുകൾ അധികരിപ്പിക്കണം. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം മുതൽ എല്ലാവർക്കും വർക്ക് തരാം.
ഹോംവർക്ക്. അല്ല ഇതുണ്ടാവണ്ട, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ശൈലി പോലെ ഹോംവർക്ക് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരെ വിളിച്ചിട്ട് നിങ്ങൾ ഇത് ചെയ്യുന്ന ഞാൻ പറയില്ല, ഞാൻ കോമണായിട്ട് പറയുള്ളൂ. ഇഷ്ടമുള്ളവർ ചെയ്യുക, ഇഷ്ടമില്ലാത്തവർ ചെയ്യണ്ട. ചില ആളുകൾ എത്ര വലിയ ആളുകളാണെങ്കിലും ഒരു വർക്ക് കൊടുത്താലേ ചെയ്യുള്ളൂ. ചില ആളുകൾ നീ ഇന്ന ദിവസം ചെയ്തിട്ട് പോയോ, നമുക്കൊരു വർക്ക് അങ്ങോട്ട് എല്ലാവർക്കും കൊണ്ട് തരാം, അത് ചെയ്തോ, ഉറപ്പായിട്ട് മാറ്റം വരും. എന്തായാലും നമുക്ക് ഈ ലൈലത്തുൽ ഖദ്ർ കിട്ടണം. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. അപ്പോൾ പിന്നെ ഇനിയുള്ളത് ഇക്സാറു സ്വതക്ക. സ്വതക്ക വർദ്ധിപ്പിക്കണം. സ്വതക്ക എന്ന് പറയുമ്പോൾ 2 ഐറ്റം ഉണ്ട്. ഒന്ന് ഫർളായ സ്വതക്കയുണ്ട്, മറ്റൊന്ന് സുന്നത്തായ സ്വതക്കയുണ്ട്. ഫർളായ സ്വതക്ക എന്ന് പറഞ്ഞാൽ സക്കാത്താണ്. ഖുർആനിൽ സിർറൻ വ അലാനിയ, രഹസ്യമായിട്ടും പരസ്യമായിട്ടും കൊടുക്കുന്നതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. പരസ്യമായിട്ട് കൊടുക്കേണ്ടത് എന്താ? സക്കാത്താണ്. കാരണം സക്കാത്ത് ആരുടെയും ഔദാര്യമല്ല. ഒരു പൈസ ഉള്ളതാണ് സക്കാത്ത് കൊടുക്കുമ്പോൾ അവൻ്റെ ഔദാര്യമൊന്നും അല്ല അത് ഈ പൊതുജനങ്ങൾക്കുള്ള സ്വത്താണ്, ഇവരുടെ ഹക്കാണ്. നിർബന്ധമായിട്ടും കൊടുത്തോളണം സക്കാത്ത്. അതുകൊണ്ടത് പരസ്യമായിട്ട് കൊടുത്തോളൂ. 100 രൂപ സക്കാത്ത് കൊടുത്തിട്ടുണ്ട്, കുഴപ്പമില്ല. അതേ സ്ഥാനത്ത് സുന്നത്തായ സ്വതക്ക, നമ്മൾ സാധാ സ്വതക്ക കൊടുക്കാന്നൊക്കെ പറയില്ലേ, ഹദിയ കൊടുക്കാന്നൊക്കെ പറയില്ലേ, അത് വലത്തെ കൈ കൊടുക്കുന്ന ഇടത്തെ കൈ പോലും അറിയരുത് എന്നാ. അത്രയും രഹസ്യമായിട്ട് കൊടുക്കണം. പഴയ കാലത്തൊക്കെ പണ്ഡിതന്മാരുടെ, സൂഫികളുടെ, ഔലിയാക്കളുടെ ഒക്കെ ചരിത്രങ്ങളിൽ പറയുന്നത്, അവർ ഒരാൾക്ക് കൊടുക്കണം എന്ന് തോന്നിയാൽ അയാൾ എവിടെയെങ്കിലും ഷർട്ടോ മറ്റോ ഒക്കെ അയച്ചിട്ട് കഴിഞ്ഞാൽ അവരറിയാതെ പോക്കറ്റിൽ വെച്ചിട്ട് ആൾ പോകുന്നൊക്കെ. അത്രത്തോളം രഹസ്യമായിട്ട് എന്ത് ചെയ്തിരുന്നു. ഇത് നമ്മൾ ഭയങ്കര രഹസ്യമായിട്ട് കഴിഞ്ഞാൽ ആരോടും പറയേണ്ടിട്ടോ നാട്ടിൽ മൊത്തം അറിഞ്ഞിട്ടുണ്ടാവും. ഇക്സാറു സ്വതക്ക ഈ റമദാനിൽ അവസാന 10 പ്രത്യേകം സുന്നത്താണ്. ഇതിനൊക്കെ ഹദീസ് ഓതാൻ ഇപ്പോൾ സമയമില്ല കേട്ടോ. ഇക്സാറുൽ ഖിറാഅത്ത്, ഇക്സാറു ദിക്ർ, തസ്ബീഹ്, തഹ്ലീൽ, ഇക്സാറു സ്വതക്ക, ഈ കാര്യങ്ങളൊക്കെ അധികരിപ്പിക്കണം. പിന്നെ പ്രത്യേകമായിട്ടുള്ള ഒന്നാണ് എന്ത്? അവസാന 10 പ്രത്യേക സുന്നത്താണ് ഇഅ്തികാഫ്. ഇഅ്തികാഫ് എന്ന് പറഞ്ഞാൽ ഇഅ്തകഫ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ വേണമെങ്കിൽ ഭജനം ഇരിക്കുക എന്നൊക്കെ പറയും. അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് ഇഅ്തികാഫിന്റെ നിയ്യത്തോടു കൂടി അള്ളാഹുവിൻ്റെ പള്ളിയിൽ ചിലവഴിക്കുന്നതിനാണ് ഇഅ്തികാഫ് എന്ന് പറയുക. വലൗ സാഅ, ഒരു സെക്കൻഡ് ആണെങ്കിൽ പോലും, കുറേ ടൈമൊന്നുമില്ല, കുറച്ച് നേരമേ ഉള്ളൂ, ആണെങ്കിൽ പോലും അത്ര നേരം അള്ളാഹുവിൻ്റെ പള്ളിയിൽ ചിലവഴിക്കുന്നു എന്ന നിയ്യത്ത് നിർബന്ധമാണ്. നിസ്കരിക്കാൻ വന്നു എല്ലാവരും, പള്ളിയിൽ തന്നെയാണ് വന്നത്. പക്ഷെ ഇഅ്തികാഫിന്റെ കൂലി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? പള്ളിയിൽ കയറിയ ഉടനെ തന്നെ ഇഅ്തികാഫ് എന്ന് കരുതണം. നിയ്യത്തില്ലാതെ ഒരമലും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. എല്ലാ ദിവസവും പള്ളിയിൽ കയറുമ്പോൾ, എല്ലാ ഭക്തരും പള്ളിയിൽ കയറുമ്പോൾ എന്ത് കരുതിക്കോ, 10 മിനിറ്റ് ആണെങ്കിൽ പോലും ആ 10 മിനിറ്റ് നേരത്തിന് അള്ളാഹു നിന്റെ പള്ളിയിൽ ഞാൻ ഇഅ്തികാഫിലാണ് എന്ന് മനസ്സിൽ കരുതിക്കോളും. ഇതാണ് ഇഅ്തികാഫ്. ഇഅ്തികാഫ് പിന്നെ അവസാന 10 പ്രത്യേകം സുന്നത്താണ്. എപ്പോൾ? അവസാന 10 മഗ്രിബ് മുതൽ, ഇപ്പൊ ഈ കഴിഞ്ഞ മഗ്രിബില്ലേ, ഈ മഗ്രിബ് മുതൽ പിന്നെ പെരുന്നാളിന്റെ ഹിലാല്, അമ്പിളി പ്രത്യക്ഷപ്പെടുന്നത് വരെ, മാസം കാണുന്നത് വരെയുള്ള സമയം രാവും പകലും ഇഅ്തികാഫ് റസൂലിന്റെ സുന്നത്താണ്. ഇത് പറയാൻ നല്ല സുഖ, കാരണം എല്ലാവരും ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പമല്ല. ഞാനിവിടെ പള്ളിയിലുള്ളത് കൊണ്ട് ഞാൻ ഏതായാലും ഇഅ്തികാഫിനെ കരുതിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യും, ഉറപ്പാണ് അള്ളാഹു. കാരണം എനിക്കിവിടെ സൗകര്യം ഉണ്ടല്ലോ. നിങ്ങളോട് ഞാൻ വെറുതെ ഇങ്ങനാക്കെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. സൗകര്യം ഉണ്ടാവും ഒട്ടുമിക്ക ആളുകൾക്ക്. അതുകൊണ്ട് എനിക്കിവിടെ സൗകര്യം ഉള്ളത് കൊണ്ടാണ് ഞാൻ പള്ളിയിൽ ഇൻഷാ അല്ലാഹ് ഈ 10 ദിവസം പള്ളിയിൽ ഇരിക്കണം എന്നാണ് വിചാരിച്ചിട്ടുള്ളത്. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യും, ഉറപ്പായിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അമലുകളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. കഴിയുന്ന ആളുകൾ പള്ളിയിൽ ഇരിക്കുന്ന ആളുകളുണ്ടാവും, കഴിയുന്ന ആളുകളും ഈ 10 ദിവസം നിയ്യത്ത് ചെയ്ത് പള്ളിയിൽ ഇരിക്കാൻ നോക്കുക. അതല്ല, ഇതാണ് ഇഅ്തികാഫിന്റെ രൂപം. അതല്ലെങ്കിൽ രാത്രിയിലെങ്കിലും, അതല്ലെങ്കിൽ ഒരു ദിവസം 1 മണിക്കൂർ സമയം കിട്ടുമോ, പകലോ രാത്രി എപ്പോഴെങ്കിലും, അങ്ങനെയെങ്കിലും കുറച്ച് സമയമെങ്കിലും പള്ളിയിൽ ഇഅ്തികാഫിന് ഇരിക്കാൻ ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. പിന്നെ ഹദീസിൽ കാണാം യഅ്തഖിഫു അസ്വാജുഹു ബഅദ വഫാത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ വഫാത്തായതിനു ശേഷവും റസൂലിന്റെ ഭാര്യമാര് പള്ളിയിൽ ഇഅ്തികാഫ് ഇരുന്നിട്ടുണ്ട്. അശുദ്ധിയുള്ള സമയത്തൊന്നും പള്ളിയിൽ കയറുകയോ ഇരിക്കുകയോ ഉള്ള അമല് കൂടി ബാത്തിലാക്കുകയോ ചെയ്യരുത് എന്ന് വളരെ ഗൗരവത്തോടു കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ ഇഅ്തികാഫ്. ഇഅ്തികാഫ് എന്ന് പറഞ്ഞാൽ തന്നെ എന്തിനാണ്? ഒച്ചയും ബഹളത്തിനൊന്നുമല്ല. ക്ഷീണമുള്ള ആളുകൾ ഉറങ്ങിക്കോളൂ, ഒരു കുഴപ്പമില്ല. നൗമു സ്വായിമി ഇബാദ, നോമ്പെടുത്തിട്ടാണെങ്കിൽ പോലും ഒരാൾക്ക് ക്ഷീണം വന്നാൽ ഉറങ്ങിയാൽ അതിന് കൂലി ഉണ്ടെന്നാ. ഇബാദത്തിലും കാര്യത്തിലൊക്കെ ആയിരുന്നു, പക്ഷെ ആൾക്ക് ക്ഷീണം തോന്നിയപ്പോൾ ആൾ മയങ്ങിപ്പോയി. ആ ഉറക്കത്തിന് പോലും കൂലിയുണ്ട്
എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ നമ്മൾ പള്ളിയിൽ വന്നിട്ട് ഉറക്ക് വരണം, ഉറങ്ങിക്കോളൂ, കുഴപ്പമൊന്നുമില്ല, ഉറങ്ങാം. പക്ഷേ പള്ളിയിൽ ഓടുക, പള്ളിയിൽ കളിക്കുക, അങ്ങനെ ആയിട്ട് ആരും ഇത്തിക്കാഫിന് വരണ്ട. ഇത്തിക്കാഫ് എന്ന് പറഞ്ഞാൽ ഒന്ന് സ്വസ്ഥമായിട്ടൊന്ന് ഇരിക്കുക. 10 ദിവസം നമ്മൾ ഒരുപാട് ഓടല്ലേ, ജനങ്ങളുടെ കാര്യവും മറ്റു കാര്യം വീട്ടിലത്തെ കാര്യമൊക്കെ നോക്കി ഓടല്ലേ. ആ ഓട്ടത്തിന്റെ ഇടയിൽ ഒരു വിചാരണ, സ്വയം വിചാരണക്ക് വേണ്ടിയുള്ള ഇരുത്താണ് യഥാർത്ഥത്തിൽ ഇത്തിക്കാഫ്. പടച്ചോനുമായിട്ട് എന്ത് ചെയ്യുക, ഒരുപാട് മന്ത്രിക്കാരുണ്ടാവും, ഒരുപാട് സ്വകാര്യം പറയാം. ഇതാണ് ഞാൻ ഇത്തിക്കാഫ്. അത് ദിക്റുകളായും സ്വലാത്തുകളായും ഖുർആൻ പാരായണങ്ങളായും നിസ്കരിക്കാൻ പറ്റുന്നൊക്കെ നിസ്കരിച്ചു അങ്ങനെ പള്ളിയിൽ തന്നെ കഴിച്ചു കൂട്ടുക. ഇതാണ് ഇത്തിക്കാഫ്. അതിനിടക്ക് ഈ ഒരു വിചാരണ, ഒരു ഹിസാബ് നന്നായി ഉണ്ടാവണം. അതുകൊണ്ട് കുട്ടികളും മക്കളും ഒക്കെ ഈ കളിക്കുക എന്നുള്ളതിൽ ആ ഇത്തിക്കാഫ് അത് അല്ലട്ടോ ഇത്തിക്കാഫ്. ആ ഉദ്ദേശത്തിൽ ആരും ഇത്തിക്കാഫിന് വരണ്ട. മറ്റുള്ളവരുടെ ഇബാദത്തിന് തടസ്സമാകുന്ന രീതിയിൽ പള്ളിയിൽ ഒന്നും ഞാൻ അനുവദിക്കൂല. ഇവിടെ ഇമാമായിട്ട് നിൽക്കുന്ന കാലത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇബാദത്ത് ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.